ഹലോ ഗായ്സ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇത് രാവിലെ കട്ടൻ ചായയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. പുട്ടിനുള്ള മാവൊക്കെ കുഴച്ച്, മാവ് റവയാണ് കേട്ടോ, ഒന്ന് റവ പുട്ടാണേ. അപ്പോൾ ഒരു കുറ്റി പുട്ടൊക്കെ നിറച്ച് വെച്ചിന്. അപ്പോൾ ദാ സിനുവേട്ടൻ കുളിയൊക്കെ കഴിഞ്ഞ് എല്ലാം റെഡിയായി വന്നിരിക്കുന്നുണ്ട്. അമ്മയ്ക്ക് ഇന്ന് പണിയില്ലാത്തതുകൊണ്ട് അമ്മ അവിടെ ഇരിക്കുന്നുണ്ട്. ഞാൻ പുട്ട് ഫസ്റ്റ് ആയത് തന്നെ കുത്തിന്ന് കേട്ടോ. ഇനി അത് സിനുവേട്ടന് ചായ കൊടുക്കണം. അപ്പോൾ ഇന്ന് സിനേട്ട 7 മണിയാകുമ്പോഴേക്കും പോകുമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് നേരത്തെ എണീച്ചിന്. അപ്പോൾ ഇനി വേഗം അത് കൊണ്ടുപോയി കൊടുത്തതിന് ശേഷമാണ് കേട്ടോ അടുത്ത ട്രിപ്പ് വാരിയിടുന്നത്. അപ്പോൾ രാവിലെ തന്നെ എല്ലാ വീടുകളിലും ഇങ്ങനെയൊക്കെ തന്നെയുള്ള ഒരുക്കങ്ങളായിരിക്കും അല്ലേ. അല്ലെങ്കിൽ ഞാൻ കുറച്ച് നേരം വൈകിട്ടാണ് എണീക്കൽ, കാരണം ഇവർ 7:30 ആകുമ്പോഴേ എല്ലാവരും പോവുള്ളൂ. ഇന്ന് സിനേട്ടന് 7 മണിയാകുമ്പോഴേക്ക് പോകണം എന്ന് പറഞ്ഞപ്പം ഇന്നൊരു 6 മണിയാകുമ്പോഴേക്ക് തന്നെ ഞാനും എണീച്ചിന് കേട്ടോ. 6 മണിക്കൊക്കെ നല്ല ഉറങ്ങുന്ന സമയമാണേ. പക്ഷേ ഇന്ന് 6 മണിയാകുമ്പോൾ തന്നെ എണീച്ചിന്. സിനേട്ടനൊരു 5:15 എണീച്ചിന്. സിനേട്ടൻ എന്നും രാവിലെ കുറച്ച് നേരത്തെ എണീക്കുന്ന ഒരു കൂട്ടത്തിലാണ് കേട്ടോ. എണീച്ച് കുളിയും കാര്യങ്ങളൊക്കെ കഴിക്കാൻ ഇങ്ങനെ പോകും. നേരത്തെ കുളിയും കാര്യങ്ങളും കഴിഞ്ഞിരിക്കുന്നത് അതൊരു സുഖം തന്നെയാണ്. വെപ്രാളപ്പെട്ട് കുളിക്കാനൊന്നും പോകണ്ടല്ലോ. അങ്ങനെ രാവിലെ തന്നെ ഓരോ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ അടുക്കള പണി എടുക്കുകയാണ്. ഓരോ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഓരോടൊക്കെ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറയുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് റവപ്പുട്ടാണെന്ന് പറഞ്ഞല്ലോ. ഞാൻ ഉപ്പുമാവ് ഉണ്ടാക്കാൻ വിചാരിച്ചു, പക്ഷേ ഉപ്പുമാവ് ഉള്ളി നോക്കിയപ്പം വലിയ ഉള്ളി കാണാനില്ല. അപ്പം ഞാൻ പുട്ടുണ്ടാക്കി. അങ്ങനെ സുനേട്ടൻ ചായയൊക്കെ കുടിച്ച് ഇറങ്ങി ബൈക്കൊക്കെ എടുത്ത്. നല്ല മഴക്കാറുണ്ട്, ചെറിയൊരു എന്താ പറയുക ചാറ്റൽ പോലെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതാ പാപ്പു സിനേട്ടൻ പോകാനായ ഇങ്ങനെ ഒരു ഇരുത്താണ് കേട്ടോ. അപ്പോൾ വണ്ടി സ്റ്റാർട്ടായപ്പോൾ വേഗം ചാടി അപ്പുറത്തെ സ്റ്റെപ്പുമ്മിലേക്ക് ഇരുന്നു കേട്ടോ. അവൾക്ക് രാവിലെ ഭയങ്കര വിഷമാട്ടോ ആര് പോണതും. പക്ഷേ എന്നും നന്ദു അമ്മ ഇതുമ്മലല്ലേ പോവുക. അപ്പോൾ ഇന്ന് നന്ദു കയറാഞ്ഞിട്ടാണ് എന്താ അറിയില്ല, ഇന്ന് ഭയങ്കരമായിട്ട് കുരയ്ക്കണം കേട്ടോ. കാരണം ഇങ്ങനെ കുരയ്ക്കലൊന്നുമില്ല, ഒരു രാവിലെ പോകുമ്പോൾ നോക്കി നിൽക്കൽ തന്നെയേ ഉള്ളൂ. പക്ഷെ ഇന്ന് ഭയങ്കര കുര കേട്ടോ. ആൾ കണ്ടോ, കുരച്ചോണ്ടിരിക്കുക. എന്താവോ എന്നൊരു ദേഷ്യം പോലെ. അങ്ങനെ സിനേട്ടൻ ഇറങ്ങി ടാറ്റൊക്കെ കൊടുക്കുകയാണ് കേട്ടോ. പാപ്പുവിന് ആൾ പോകണവരേ അവിടെ നോക്കിയിരിക്കും കേട്ടോ. അങ്ങനെ സിനേട്ട അവളോട് യാത്രയൊക്കെ പറഞ്ഞു പോയി. അപ്പോൾ പിന്നെ ഞാൻ പാപ്പുവിൻ്റെ അടുത്ത് കുറച്ച് നേരം ഇരിക്കാമെന്ന് വിചാരിച്ചിട്ടോ. പാപ്പു കണ്ടോ, പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് വല്ലാതെ പോരൂല. കുറച്ച് നേരം പാപ്പു അവിടെ ഇരിക്കും. പിന്നെ ഞാനും അമ്മയുടെ കുറച്ച് നേരം കൊലായിലൊക്കെ ഇരുന്ന്. പാപ്പുവിന് ഇനി ഈച്ചപ്പിടുത്താണ് കേട്ടോ. രാവിലെ ഇതാ ഈച്ചേനെ കണ്ടിട്ട് ഇനി ഈച്ചേൻ്റെ വൈത്താല കുറേ നേരം കളിക്കും. ഈച്ചേനെ കൊതുവിനെയൊക്കെ കണ്ട ഇങ്ങനെയൊക്കെ ഒരു കളിയാണ് കേട്ടോ. അപ്പോൾ ഇത് എന്താ പറയുക, നമ്മളെ വീട്ടിൽ രാവിലെ നടക്കണ കുറച്ച് കലാപരിപാടികളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ചെറിയൊരു വ്ളോഗാണ് കേട്ടോ. ഞാൻ അടുപ്പത്ത് പുട്ട് വെച്ചിട്ടാണ് ഈ വന്നിരിക്കുന്നത്. അപ്പോൾ അത് ആവി കയറി നല്ലോണം വേവട്ടെ എന്ന് വിചാരിച്ചിട്ടുള്ള ഒരു വെയിറ്റിങ്ങിലാണ്. അപ്പോൾ അത് സെറ്റ് ആകുമ്പോഴേക്കും ഞാൻ ഇവിടുന്ന് എണീച്ച് പോകട്ടോ. അങ്ങനെ മഴക്കോട്ടൊക്കെ എടുത്തോളൂ എന്നൊക്കെ പറഞ്ഞ് മഴക്കോട്ടൊക്കെ കൊണ്ടുപോയിന്. അപ്പം നമ്മളിങ്ങനെ സിറ്റ് ഔട്ടിലിരുന്ന് കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴാണ് നല്ല മഴക്കാറ് നോക്കി അങ്ങനെ വീഡിയോ എടുക്കാൻ വിചാരിച്ച കേട്ടോ. നല്ല മഴക്കാറാണ്. ഇന്നത്തെ കാലാവസ്ഥ എന്താവുമെന്ന് വിചാരിച്ച ഒരു ഇതുണ്ടേനി കേട്ടോ. പക്ഷേ കുറേ അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ വെയിലായി. അപ്പം അതാ ഒരു വിമാനം പോണത് വീഡിയോ എടുത്തോട്ടാ. നമ്മൾ ആകാശത്തേക്ക് എങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ആശാൻ പോണത് കണ്ടത്. അപ്പം അതും കൂടി അങ്ങോട്ട് ഉൾപ്പെടുത്താൻ വിചാരിച്ച്. അപ്പോൾ എല്ലാവർക്കും കാണാമല്ലോ. അപ്പോൾ ഞാൻ പിന്നെ അടുക്കളയിലേക്ക് വന്നത് പുട്ടൊക്കെ ചൂടോടുകൂടെ റവപ്പുട്ട് കുത്തി വെച്ചിന്. അപ്പം അത് ചൂടോടെ കട്ടൻ ചായൻ്റെ കൂടെ കുടിക്കാൻ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇപ്പോഴും ഇവിടെ നിന്ന് ആൾ പോന്നിട്ടില്ല കേട്ടോ. കണ്ടോ, ഇപ്പോഴും അവിടെ ഇരുത്തം തന്നെ. ഇനി ഞാൻ വേഗം റൂമിലേക്കൊക്കെ പോയി പുതപ്പൊക്കെ ഒന്ന് മടക്കി വെക്കാം, ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വലിച്ചിട്ടിന്. അപ്പോൾ ഇനി ഇതൊക്കെ ഒന്ന് മടക്കി ഒന്ന് വൃത്തിയാക്കി വെക്കാൻ വിചാരിച്ചിട്ടോ. നമ്മളെ തോർത്താണ് കേട്ടോ അത്. അകത്ത് റൂമിൽ ഇങ്ങനെ നമ്മൾ തോർത്തിടാനായിട്ട് ചെറിയൊരു അയലുണ്ട് കേട്ടോ. കാരണം ചില സമയമൊക്കെ അത് നനഞ്ഞതാണെങ്കിൽ നമുക്ക് അവിടെ ഇട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണങ്ങി കിട്ടും. അത് കാലങ്ങളായിട്ടുള്ളതാണ് കേട്ടോ അങ്ങനെ. അപ്പോൾ അത് കണ്ട ആരും ബേജാറാകണ്ട. അപ്പോൾ ഇനി ഞാൻ എൻ്റെ ചെറിയ എന്താ പറയുക അലങ്കാരങ്ങളും ഒക്കെ ഒന്ന് രാവിലെ നോക്കാൻ വിചാരിച്ച് കണ്ണാടിയിൽ. അപ്പോൾ കമ്മലൊക്കെ ഞാൻ അയച്ചു വെച്ചത്. നമ്മൾ ലൈവിൽ വരുമ്പോൾ മാത്രമല്ലേ കമ്മലൊക്കെ ഇടണുള്ളൂ. വീട്ടിൽ നിന്ന് പിന്നെ ഇതാണ് എൻ്റെ കോലോട്ട വീട്ടിൽ നിന്ന്. അപ്പോൾ ഞാൻ പല്ലൊക്കെ തേക്കാൻ വേണ്ടി ഇറങ്ങാൻ പോവാണ്. അപ്പം ഇനി പല്ല് തേച്ചിട്ട് ചെറിയൊരു പ്രാർത്ഥനയൊക്കെ ഉണ്ട് ഇട്ടേക്ക്. അതൊക്കെ കഴിഞ്ഞിട്ടേ പിന്നെ ഞാൻ ബാക്കി എല്ലാ ജോലിക്കും ഇറങ്ങുള്ളൂ. അപ്പോൾ റോസ് മാക്സി, റോസ് ബ്രഷ്, റോസ് നാവടി, റോസ് തോർത്ത് എങ്ങനെയുണ്ട് എന്നെല്ലാം ഒപ്പിച്ചൊരു കളർ പോലെ ആയിപ്പോയി. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെയൊക്കെ കാണിച്ചു തന്നത്. അപ്പോൾ കുറച്ച് പേസ്റ്റ് എടുക്കുക ഗൈസ്. ഈ പേസ്റ്റാണ് ഗൈസ് എൻ്റെ പല്ലിൻ്റെ രഹസ്യം. കോൾഗ്ലൈറ്റ്. ഈ കോൾഗ്ലൈറ്റ് കൊണ്ട് തേച്ചാൽ നമ്മുടെ പല്ല് ക്ലോഗ്ലൈറ്റ് പോലെ തിളങ്ങുന്നതായിരിക്കും.
അങ്ങനെ ഞാൻ പുറത്തേക്ക് ഇറങ്ങിയിട്ടാ ഞാൻ പുറത്തുനിന്ന് പല്ല് ഇതാ ഈ പൈപ്പിൻ്റെ ചോട്ടിൽ നിന്ന് കുറേ നേരം പല്ലൊക്കെ തേച്ച് ഒരു സമാധാനത്ത് പല്ലേക്കണം കേട്ടോ. എനിക്ക് ആ ക്ലൂ പല്ലേക്കൽ ഇഷ്ടമല്ല. എനിക്ക് നല്ല അടിപൊളിയായിട്ട് പല്ല് തേക്കണം. അത് രാത്രിയായാലും രാവിലെ ആയാലും എനിക്ക് മനസ്സിനൊരു തൃപ്തി വരുന്നവരെ ഞാൻ പല്ലേക്കും. അപ്പോഴാണ് ഗായ്സ് ഞാനൊരു കാഴ്ച കണ്ടത്. നമ്മളെ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഒരു നായയാണോ പട്ടിയാണോ അറിയില്ല കേട്ടോ. എന്തായാലും നായ എന്ന് പറയാം. ഇവനുണ്ടല്ലോ റോക്കി മോനെ കുരപ്പിക്കാനായിട്ട് വരുന്നതാ. അപ്പോൾ അവൻ ചാടിയ തൊടിയിലേക്ക് പോയിട്ടാണ്. അപ്പം ഞാൻ പല്ലൊക്കെ തേച്ച് മുഖമൊക്കെ കഴുകി സുന്ദരിയായി ഗൈസ്. അപ്പോൾ അതാ വീണ്ടും ആകാശത്തേക്ക് നോക്കിയപ്പോൾ നല്ല മഴക്കാറുണ്ട്, ഇരുട്ട് മൂടിയ കാലാവസ്ഥ. സമയം 7:15 പിന്നെ നമ്മൾ അടുക്കളൊക്കെ വൃത്തിയാക്കി പാത്രം കഴുകലൊക്കെ അങ്ങോട്ട് കഴിഞ്ഞ് സൂപ്പറാക്കി. രാവിലത്തെ ചായൻ്റെ പാത്രമൊക്കെ അങ്ങോട്ട് കഴുകി വൃത്തിയാക്കി നമ്മൾ എന്ത് ചെയ്യാൻ പോവാനി ചോറിന് വെള്ളം വെക്കണം. അപ്പോൾ അടുപ്പത്തെ വെണ്ണീരൊക്കെ വാരി കടലാസൊക്കെ ഇട്ട് വെച്ചിന് കേട്ടോ. അപ്പം മീനുണ്ട് ഇനി ഫ്രിഡ്ജിൽ ഇന്നലെ കൊണ്ടുവന്നതാ മത്തി. അടിപൊളി മത്തിയാട്ടോ ഗൈസ്, സൂപ്പർ മത്തിയാണ്. ഇങ്ങനൊരു മത്തി കിട്ടിയാൽ നമുക്ക് നല്ലൊരു മുളക് കറി വെച്ചാൽ വേറെ ഒന്നും വേണ്ട. മത്തിക്കറിയും ചോറും, അതും റേഷൻ കടയിൽ അരിൻ്റെ ചോറ്, വാ വേറെ ഒന്നുമേ വേണ്ട. അപ്പോൾ അത് നമ്മളെ സാധാരണക്കാർക്ക് പറ്റിയൊരു ഭക്ഷണമാണ്. പിന്നെ എന്താ പറയുക, എല്ലാവർക്കും ഇത് പറ്റിക്കോളണമെന്നൊന്നും ഇല്ല കേട്ടോ. ഞങ്ങൾക്ക് ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ മത്തി കറിയും ചോറും. പിന്നെ അമ്മ ഇവിടെ ഉണ്ട്. അമ്മ മീൻ വാങ്ങാൻ പോയി എന്താ കൊണ്ടുവരികയെന്നറിയില്ല. അപ്പം അത് ആ സമയത്തേക്ക് നോക്കാം. അങ്ങനെ ഞാൻ മണ്ണെണ്ണയൊക്കെ ഒഴിച്ച് ചിരട്ടയിൽ കുറച്ച് മണ്ണെണ്ണ കിട്ടുമല്ലോ ഇപ്പോൾ റേഷൻ കടയിൽ നിന്ന്. അപ്പോൾ കുറച്ച് മണ്ണെണ്ണയൊക്കെ ഒഴിച്ച് തീയൊക്കെ കത്തിച്ച് സെറ്റാക്കിയിട്ട് വേണം നമ്മളെ ചെമ്പങ്ങോട്ട് അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ എന്നും ഇതന്നെയാണ് അടുക്കളയിൽ നിങ്ങളെ പണിയെന്ന് ചോദിച്ചാൽ നമ്മളെ അടുക്കളയിലെ പണി തന്നെയല്ലേ ഇതല്ലേ ഇപ്പോൾ നമുക്ക് വ്ളോഗായിട്ട് അങ്ങോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം പുറത്തിറങ്ങി പോകാനൊന്നും ഒറ്റയ്ക്കൊന്നും മുമ്പ് നടക്കൂല. ഞായറാഴ്ച ഒരു ദിവസം ഉണ്ടെങ്കിൽ അത് വീട്ടിൽ ഇങ്ങനെ ചടഞ്ഞുകൂടി ഇരിക്കുകയും ചെയ്യും. നമുക്ക് എവിടെയും പോകാനും ഇല്ല, ഒന്നുമില്ല. ഇടയ്ക്ക് പോവും ചാലിയം ബീച്ച് വരെ പോയിട്ടുണ്ടെങ്കിൽ ഷോർട്സൊക്കെ ഞാൻ ഉൾപ്പെടുത്താറുണ്ടല്ലോ. പക്ഷേ എനിക്ക് ഒരുപാട് പുറത്ത് പോയി വീഡിയോ ചെയ്യാനും നല്ല വ്ളോഗ് ഇടാനൊക്കെ ഒരുപാട് ആഗ്രഹമുണ്ട് ഗൈസ്. ഒക്കെ നടക്കുമായിരിക്കും. ഇനി അങ്ങനെ ഒരു ഇതിലേക്ക് പോകണം എന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അടിച്ചു വരാണ്ട് കേട്ടോ. അപ്പോൾ ചോറിന് വെള്ളം വെച്ചിട്ട് ഞാൻ അങ്ങോട്ട് അടിച്ചു തരാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ എനിക്ക് കുളിക്കാനുള്ള വെള്ളം ഈ സൈഡിലുണ്ട് കേട്ടോ. ഞാൻ ചൂടുവെള്ളത്തിലാട്ടോ ഗൈസ് കുളിക്കാൻ. ഞാൻ പറഞ്ഞാൽ എപ്പോഴും പറയണ പോലെ എനിക്ക് പച്ചവെള്ളത്തിൽ കുളിച്ചാൽ ഭയങ്കര അലർജി കേട്ടോ. അങ്ങനെ നമ്മളെ ചോറിൻ്റെ വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ച് ഇനി ഈ മീമി ഒന്ന് മുറിച്ചെടുക്കട്ടെ കേട്ടോ. മത്തി മീമിയാണ്. അപ്പോൾ ഈ മത്തി മീമി ഒന്ന് മുറിച്ചെടുത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് വേണം എനിക്ക് ചോറിന് അരി ഇട്ട് കൊടുത്തിട്ട് എനിക്ക് തുണി അലക്കാൻ ഇറങ്ങാനായിട്ട് കേട്ടോ. അമ്മ മീനിന് പോയതാണ്. തുണി ഞാൻ ഈ ചോറ് വേവണേൻ്റെ ഇടയിൽ കൂടെ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് അലക്കി എങ്ങനെയെങ്കിലും അത് തീർത്തെടുക്കും കേട്ടോ. ചില സമയം ഞാൻ അങ്ങനെ ചെയ്യും. അല്ലെങ്കിൽ ഞാൻ അടുക്കളയത്തെ പണിയൊക്കെ കഴിഞ്ഞ് എല്ലാം വൃത്തിയായതിന് ശേഷം മാത്രം തിരുമ്പി കുളിക്കാൻ അങ്ങോട്ട് ഇറങ്ങും കേട്ടോ. എന്നാൽ പിന്നെ വേറെ പണിയൊന്നും ചെയ്യണ്ടല്ലോ കുളി കഴിഞ്ഞ് കഴിഞ്ഞാൽ. അങ്ങനെയും ചെയ്യും. പിന്നെ ചില ദിവസം ഞാൻ ചോറ് വെക്കണേൻ്റെ ഇടയിൽ കൂടെ പോയി തിരുമ്പ്, അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. ഓരോരോ ദിവസത്തെ മനസ്സിൻ്റെ ഇതിനനുസരിച്ച് ഇരിക്കും കേട്ടോ. ചില ദിവസം ഒരു ചെറിയ മടി വരുമ്പോൾ അടുക്കള പണി കഴിയട്ടെ എന്നിട്ട് തിരുമ്പലും കുളിയും കഴിക്കാൻ വിചാരിക്കും. അങ്ങനെ പലതും. എല്ലാ വീട്ടമ്മമാരുടെ അവസ്ഥ ഇതൊക്കെ തന്നെയാവും കേട്ടോ. എന്താ ഇപ്പം ചെയ്യുക എന്നുള്ളതാണ് രാവിലെ തന്നെ എണീച്ച് വരുമ്പോൾ ഒരു ചിന്ത. പിന്നെ ഇന്ന് ഒരുപാട് പണിയുണ്ടല്ലോ എന്നുള്ള ചിന്തകളൊക്കെ വരും. ആരെന്നെ എത്ര ഇല്ല എന്ന് പറഞ്ഞാലും എല്ലാവരും മനസ്സിലുള്ളൊരു കാര്യം തന്നെയാണ്, ഇന്ന് ഒരുപാട് പണി എടുക്കണ്ടേ ദൈവമേ, നേരം വെളുത്തിഞ്ഞ് എന്തൊക്കെ പണി കിടക്കണ്. ഓക്കെ, എല്ലാവരും മനസ്സിലുള്ള തന്നെയാണ് കേട്ടോ. ഞാൻ ഉള്ള കാര്യം പറഞ്ഞു അത്ര തന്നെ. പിന്നെ ഇല്ല എന്നെല്ലാവരും പറയും, പക്ഷെ ഉള്ളതാണത്. അപ്പോൾ അമ്മ മാക്സി ഇവിടെ ഊരിയിട്ട് പോയിന്. ഇനി വന്നിട്ട് എടുത്തിടുമോയെന്നും അറിയില്ല. അടുക്കളയിൽ ചെറിയ കുഞ്ഞു പണിയൊക്കെ എടുക്കുമ്പോഴേ എന്തായാലും തുണി തിരുമ്പാനുള്ള തുണിയാണ് കേട്ടോ ഗൈസ് അതൊക്കെ. അപ്പോൾ ഞാൻ വീണ്ടും പുറത്തേക്കൊന്ന് വന്നപ്പം കുറച്ച് വെയിൽ വന്നു തുടങ്ങി കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് വേഗം തുണി തിരുമ്പാമെന്ന് വിചാരിച്ചതും. കുഴപ്പമില്ലാത്ത കുഞ്ഞു ഉതിപ്പൊക്കെ വന്നു തുടങ്ങിന്. പാപ്പുമോള് കൂട്ടലുണ്ട്, പാപ്പുവിനെ കൂട്ടിലേക്ക് ഇട്ട് അങ്ങനെ ഞാൻ തിരുമ്പലൊക്കെ കഴിഞ്ഞ് കയറി കേട്ടോ. ഞാൻ അപ്പോഴേക്കും അമ്മ മീൻ വാങ്ങി വന്ന് മീൻ മുറിച്ച് പൊരിക്കൽ തുടങ്ങി കേട്ടോ. ചോറും വെന്തപ്പോഴേക്ക് ഞാൻ അരി ഇട്ടിട്ടാണ് തിരുമ്പാൻ പോയത്. അങ്ങനെയാണെങ്കിൽ എനിക്ക് നന്ദുവിനെയും കൊണ്ട് ബാങ്കിലും ഒന്ന് പോകണം. ഓളെ അക്കൗണ്ടിൻ്റെ നമ്പർ ഒന്ന് മാറ്റാണ്ട് ഫോൺ നമ്പർ അവളെ ഫോൺ നമ്പർ ആഡ് ചെയ്യിപ്പിക്കാൻ കൊടുത്തിട്ട് ഇതുവരെ ശരിയായില്ല. അപ്പോൾ അതൊന്ന് ശരിയാക്കാൻ വേണ്ടി പോവാനും ഒക്കെ ഉണ്ട്. രണ്ടത്ര വട്ടായ ഒരു ഗൈസ് ഇതിനായിട്ട് നടക്കണത്.
അതാണ് എന്തെങ്കിലും ഒരു കാര്യത്തിന് ബാങ്ക് പോയാൽ അത് ശരിയാവില്ല. അപ്പോൾ ഇതാ ഞാൻ വേഗം കറി വെക്കാൻ നിന്നിട്ടോ. അമ്മ മീൻ പൊരിക്കലൊക്കെ ചെയ്ത് കഴിഞ്ഞ് അപ്പോഴേക്ക് എൻ്റെ തിരുമ്പലും കുളിയും കഴിഞ്ഞ് ഞാൻ കയറി കറി വെക്കാൻ. എനിക്ക് അടുപ്പത്ത് തന്നെ വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ കാത്തുന്നതാട്ടോ, ചോറാവാൻ വേണ്ടിയിട്ട്. എന്നാൽ പിന്നെ ഗ്യാസും വെച്ച് ഗ്യാസ് വെറുതെ തീർക്കണ്ടല്ലോ വിചാരിച്ചിട്ട് അടുപ്പത്ത് തന്നെ ഞാൻ ചോറും കറിയും എല്ലാം വെക്കല്ലോ കേട്ടോ. പകൽ ഞാൻ വല്ലാതെ അങ്ങോട്ട് ഗ്യാസ് ഉപയോഗിക്കൂല കേട്ടോ ഗൈസ്. എനിക്ക് അതിനോട് അത്ര വലിയൊരു താല്പര്യമില്ല സത്യം പറയാച്ചാൽ. വിറകുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ തന്നെ ചെയ്യും. അങ്ങനെ ഞാനിതാ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഒക്കെ ഇട്ടിട്ട് നമ്മളെ കറീൻ്റെ മസാലക്കൂട്ട് സെറ്റാക്കുന്നുണ്ട് കേട്ടോ. നമ്മളെ റോക്കിമാൻ പുറത്ത് നല്ല കുരയാണ്. ഇതിൽ കാണിച്ച നായ എപ്പോഴും വന്നുകൊണ്ടിരിക്കും. അതിനെ കണ്ടിട്ടുള്ള കുരയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ വോയിസ് കൊടുക്കണമെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും അത് കേൾക്കാം. അങ്ങനെ ഇത് നമ്മളെ എന്താ പറയുക കറി മസാലകൾ റെഡി ആവുന്നുണ്ട്. ഉള്ളി തക്കാളി വെളുത്തുള്ളി പച്ചമുളക് അതും ഇതും കുന്തും ഒക്കെ ഇങ്ങനെ വഴറ്റി ഉണ്ടാക്കി പുളിവെള്ളം ഒഴിച്ച് തിളപ്പിക്കാൻ വെക്കുകയാണ്. ഇനി ഇത് തിളച്ച് സെറ്റാവട്ടെ. അപ്പോഴേക്കും അമ്മ കിണറിന് കുറച്ച് വെള്ളം കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. കുടിക്കാനും ഭക്ഷണം വെക്കാനും ഉപയോഗിക്കാനൊക്കെ വെള്ളം കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അടുക്കളയിൽ 2 വലിയ ബക്കറ്റ് കണ്ടില്ലേ നിങ്ങൾ, അതിലാണ് കേട്ടോ വെള്ളം നിറച്ച് വയ്ക്കുക. അപ്പം അമ്മ ആ പണിയിലാണ്, ഞാൻ കറി വെക്കണ പണിയിൽ. അപ്പം നമ്മളെ മസാല ഒക്കെ തിളച്ച് വന്നിന്. ഇനി നമുക്ക് മുറിച്ച് വെച്ച മത്തി ഇട്ട് കൊടുക്കണ്ടേ. അപ്പോഴേക്കും നല്ലോണം തിളക്കട്ടെ. നമ്മളെ നായക്കുട്ടികൾക്കുള്ള ചോറ് വിളമ്പട്ടെ കേട്ടോ. ചൂടാറണം, നല്ല ചൂടാണ്. അപ്പോൾ നായക്കുട്ടിക്കുള്ള ചോറ് വിളമ്പി വെച്ചാൽ അത് ചൂടാറിക്കോളും. എന്നിട്ട് ചോറ് കൊടുത്തിട്ട് വേണം ബാങ്കിൽ പോകാനായിട്ട്. അപ്പോൾ അവരുടെ ഭക്ഷണം നമ്മൾ നേരത്തിനും കാലത്തിനും കൊടുത്തില്ലേ നമുക്ക് പാവം കിട്ടും. അപ്പോൾ നമ്മൾ കഴിക്കണതിന് മുന്നേ ചോറും കറിയായ ഓർക്ക് വേഗം വിളമ്പി വെച്ച് കൊടുത്തിട്ടേ പിന്നെ ഞാൻ വേറെ പണിക്കൊക്കെ നിൽക്കുള്ളൂ കേട്ടോ. അതെന്നും അങ്ങനെ തന്നെയാണ്. ഓരെപ്പോഴും നമ്മളെ മനസ്സിലുള്ള ഒരു എന്താ പറയുക ആൾക്കാരാണ്. അപ്പോൾ നമ്മളെ കറിയിലേക്ക് ഇനി മീനൊക്കെ ഇട്ട് കൊടുത്ത് സെറ്റായ നല്ലൊരു അടിപൊളി മത്തിക്കറിയാണ് ഇന്ന്. പിന്നെ ഇന്ന് പപ്പടവും ഉണ്ട്. അത് നന്ദമോളും ഞാനും ബാങ്ക് പോയി വന്നേരം നന്ദമോള് കാച്ചി. പിന്നെ അമ്മ പൊരിച്ച ചൂടമീനുണ്ട്. പിന്നെ ഇന്നലെ രാത്രിയിൽ ഉണ്ടാക്കിയ ഉണക്കലയിലുണ്ട്. അപ്പോൾ ഇന്നത്തെ ഭക്ഷണം കുശാൽ തന്നെ കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. ഈ വീഡിയോ കണ്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ കുഞ്ഞു വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ എല്ലാ കൂട്ടുകാരോടും ബൈ.